ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ശിവേട്ടൻ വൈജയന്തിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതെ, മനുവും ബാലചന്ദ്രനും കൂടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വന്നതല്ലല്ലോ, ആണോ? അല്ല, നമ്മുടെ അച്ഛനല്ലേ കഴക്കൂട്ടത്ത് പോയി അവളെ കണ്ട് ബോധിച്ച് ബുക്ക് ചെയ്തത് എന്ന് വൈജയന്തി ചോദിച്ചു. അതിനു മുമ്പൊരു കാര്യം നടന്നു, ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ശിവേട്ടൻ ചോദിച്ചപ്പോൾ അന്തം വിട്ടിരിക്കുക വൈജയന്തി. അച്ഛനെ കാണാനായിട്ട് കഴക്കൂട്ടത്തുനിന്ന് ഒരു സ്ത്രീ വന്നായിരുന്നു. ആ, അവളുടെ ബ്രിജിത്ത മമ്മി വന്ന് അച്ഛനെ കണ്ടിട്ട് പോയതല്ലേ? അപ്പോഴേക്കും കമലയും ആന്ന് പറയാണ്. അതിന് പുറകിൽ ഒരു നാടകം നടന്നിട്ടുണ്ട്, വലിയൊരു നാടകം, കർട്ടൻ്റെ പുറകിലൊരു നാടകം. വൈജയന്തി അന്തം വിട്ടിങ്ങനെ നോക്കുക. അതെന്നെ ഇതിന് പുതിയ നാടകം? ബാലചന്ദ്രനാണ് ആ സ്ത്രീയെ അച്ഛനടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ബാലചന്ദ്രൻ അവരെ അറിയത്തില്ലായിരുന്നല്ലോ. ആദ്യമായിട്ട് കഴക്കൂട്ടത്ത് പോയത് പോലും മനുവിൻ്റെ കൂടെ അല്ലായിരുന്നോ? അവിടെയാടി നിനക്ക് തെറ്റിയത്. ലോകോത്തര കള്ളനാ ബാലചന്ദ്രൻ. മനു കാണുന്നതിന് മുമ്പ് അവൻ കഴക്കൂട്ടത്ത് പോയി അലീനയെ കണ്ടിട്ടുണ്ട്. വൈജയന്തി വായും പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ കുരുട്ടുബുദ്ധിയാണ് ബ്രിജിത്താമ്മയെ കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞയച്ചതുപോലും. അച്ഛനെ സ്വാധീനിച്ച് അലീനയെ കൊല്ലപ്പള്ളിയിൽ എത്തിച്ചതും അവൻ്റെ കുരുട്ടുബുദ്ധിയാണ്. ബാലേന്ദ്രൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അലീനയെ ബാലേന്ദ്രൻ നേരത്തെ എങ്ങനെ അറിയാം? അതാടി ശിവേട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നീ വെറും പൊട്ടിയ വൈജയ്. നിന്നെ ഇത്രയും കാലം ബാലേന്ദ്രനെ പറ്റിക്കായിരുന്നു. എന്നാ ചതിയാ നിന്നോടവൻ ചെയ്തതെന്ന് നിനക്ക് അറിയാവോ? എന്നാ ചതിയാ? എന്നെ ഒന്ന് പറ നിങ്ങൾ. എന്നെ ഇട്ടിങ്ങനെ വട്ടം കറക്കല്ലേ നിങ്ങൾ? ബാലചന്ദ്രൻ്റെ സ്വന്തം മോള അലീന. വൈജയന്തി ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുക കേട്ടോ. ബാലചന്ദ്രൻ്റെ മകളോ? അതെ, സ്വന്തം മകൾ എന്ന് കവലയാണ് പറയുന്നത്. ശിവേട്ടനെ വിശ്വാസം വരാതെ ഇങ്ങനെ നോക്കുക. ശിവനും തലയും കുനിച്ചു പിടിച്ചിരിക്കുന്ന കണ്ടപ്പോഴേക്കും പറയുന്നല്ലോ കാര്യമുണ്ട് എന്ന് വൈജയന്തിക്ക് മനസ്സിലായി. നിന്നെ ചതിക്കുമായിരുന്നു ഈ ബാലേന്ദ്രൻ. അവൻ ബാലേന്ദ്രനല്ല, ഒരു ഹരിശ്ചന്ദ്രൻ വന്നിരിക്കുന്നു. അവനെ ചതിയേന്ദ്രൻ. അപ്പോഴേക്കും ശിവനും കാര്യം തുറന്നു പറയുകയാണ്. ബാലചന്ദ്രന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന മകളാണ് അലീന. മറീന എന്ന് പറയുന്ന ഒരു വിധവയുമായിട്ട് ഗൾഫിൽ വെച്ച് ഒരു മോശമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ, കൊല്ലം തങ്കശ്ശേരിക്കാരി. അവളാണ് അലീനയുടെ തള്ള. എന്നെ ചതിക്കായിരുന്നല്ലേ? അവളില്ലേ ഇപ്പം? ആ പിശാച്, അവളുടെ തള്ള. ആ, അവർ ചത്തുപോയി. അതുകൊണ്ടാണല്ലോ ഏറ്റെടുത്തത് അവളെ, അലീനയെ. അവൻ്റെ വക്രബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരിട്ട് അവളെ കടപ്പാട്ടൂരേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അതിനവൻ വളഞ്ഞ വഴി കൂടെ അമ്മയെ ശുശ്രൂഷിക്കാനാണെന്നും പറഞ്ഞ് ആദ്യം അലീനയെ ഈ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ഇവിടുന്ന് അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് അവൻ്റെ കാഞ്ഞ ബുദ്ധി? വെറുതെ അല്ല ശിവേട്ടാ, എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നിയ ഒരു ലക്ഷണം പശക്, ഒരു നെഗറ്റീവ് വൈബ്. ഇവൾ ശരിയല്ലല്ലോ എന്ന്. എന്നാലും ഞാൻ ഇത്രയധികം വിചാരിച്ചില്ല ശിവേട്ടാ, ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെന്ന്. നീ തോറ്റുപോയി വൈജയ്, നീ തോറ്റുപോയി. ഇനി രക്ഷയില്ല വൈജയ് എന്ന് കമല. എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ജീവച്ഛവം പോലെ ആർക്കും വേണ്ടാതെ എന്ന് വൈജയന്തി. അപ്പോഴേക്കും കമലയും പറഞ്ഞു, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ചാത്തേക്കുന്നതാണ്. വൈജയ് അത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും ആകെ സങ്കടപ്പെട്ട് വൈജയ് ഇങ്ങനെ നിൽക്കുക. ശിവേട്ടൻ ദേഷ്യത്തോടെ കമല ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇവള് ചെയ്യണമെന്നോ നീ ചെയ്യണമെന്നൊന്നും ഇല്ല കമലേ, അല്ല ചെയ്യണമെന്നൊന്നും ഇല്ല വൈജയ് എന്ന് കമല പറയുക കേട്ടോ. വൈജയ്, നീ ഇനി അവൻ്റെ അടുത്ത് കുസ്തക്കി നിൽക്കണ്ട. മക്കളെ മാത്രം ഓർത്താൽ മതി. അവനെ വിട്ടേരെ. ശരിയാ, ഇനിയിപ്പോൾ കടപ്പാട്ടൂരെ മഹാറാണി അവളായിരിക്കും. അധികാരവും അവകാശവും ഒക്കെ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി അവൾ ഭരിക്കും നിൻ്റെ മക്കളെ. അവളുടെ ഇഷ്ടം എന്താണോ അതേ ഇനി അവിടെ നടക്കാൻ പോകുന്നുള്ളൂ. ബാലചന്ദ്രൻ്റെ സ്വത്ത് മുഴുവൻ അവൾ പതിയെ അടിച്ചു മാറ്റി. നോക്കിക്കോ, നിൻ്റെ മക്കൾക്ക് ആ വീട്ടിൽ വേലക്കാരുടെ സ്ഥാനമായിരിക്കും. എന്നേതായാലും കൊള്ളാം വൈജയ് എന്നും പറഞ്ഞ് കവല എരികേറ്റി കൊടുക്കുകയാണ് കേട്ടോ. വൈജയന്തിക്ക് എല്ലാം കൂടെ കേട്ടിട്ട് ഭ്രാന്ത് വരിക. ഇല്ല ശിവേട്ടാ, ഇല്ല, ഞാനങ്ങനെ തോറ്റു കൊടുക്കത്തില്ല. കൊല്ലും ഞാൻ അവളെ. ഒന്നെങ്കിൽ അവൾ, അല്ലെങ്കിൽ ഞാൻ. രണ്ടിലൊരാൾ മാത്രം മതി ഈ ഭൂമിക്ക് മേലെ. ഇനി എനിക്കൊന്നും നോക്കാനില്ല, ഒന്നും. വൈജയ്, നീ അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. നല്ല പോലെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനിക്കണം. എന്ത് ചെയ്താലും അതിനു മുമ്പ് നിൻ്റെ മക്കളെ കൂടി ഓർക്കണം. അവർക്ക് വേറെ ആരുമില്ല.
കൊല്ലുന്നു പറയാനും കൊല്ലാനും എളുപ്പം കഴിയും. പക്ഷെ അതിനുശേഷം പോലീസ്, കേസ്, ജയില്, കോടതി, പല തരത്തിലുള്ള അപമാനം പിന്നിലുണ്ട് എന്ന് ഓർക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണോ? മക്കളെ മറന്നിട്ട് ഒന്നും ചെയ്യരുത്, അതേ എനിക്ക് പറയാനുള്ളൂ എന്ന് ശിവൻ ഇങ്ങനെ പറയാട്ടോ. ഒന്നും ചെയ്യരുത് മക്കളെ മറന്നിട്ട്. വൈജയന്തിക്കാണെങ്കിൽ ആകെ ടെൻഷനും വെപ്രാളവും കരച്ചിലും ഒക്കെയാണ് കേട്ടോ. പൊട്ടിക്കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയുടെ അമ്മയാണ് കേട്ടോ. കട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോഴാണ് വൈജയന്തി കടന്നു ചെല്ലുന്നത്. അമ്മയെന്ന് വിളിച്ചതും എൻ്റെ മോളെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞെ നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അമ്മേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൾ ശരിയല്ല എന്ന്. അന്ന് എൻ്റെ വാക്ക് കേൾക്കാനായിട്ട് ആരും ഉണ്ടായില്ല. എന്നാലും അവൾ ഇത്രയും വലിയ ചതി നിന്നോട് ചെയ്യുന്നു ഞാൻ ഓർത്തില്ലടി കുഞ്ഞേ. ഈ കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് നീ ഇനിയിപ്പോൾ എന്നെ ചെയ്യും വൈജേ. ഇനിയിപ്പോൾ അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല അല്ലേ? ശിവേട്ടൻ അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്, രാജീവേട്ടനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഞാനിനി എന്നാ ചെയ്യണ്ടേ? ചതിയൻ്റെ കൂടെ നീ ഇനി എങ്ങനെ ജീവിക്കും കുഞ്ഞ്? ഇനി അവക്കൊന്നും പേടിക്കാനില്ലല്ലോ. ഇനി ആ വീട് അവളുടെ വീടല്ലേ? അല്ലേ? അതോർത്തിട്ട് എനിക്ക് അവളെ കൊല്ലാൻ തോന്നും അമ്മ. മോളെ, എൻ്റെ മോളെ, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. വേറെ ഒന്നും ഈ അമ്മയ്ക്ക് പറയാനില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവാണ്. ഈശ്വരാ കാത്തോടെ എൻ്റെ കുഞ്ഞിനെ. അങ്ങനെ വൈജയന്തി ഇറങ്ങുകയാണ്. ശിവനും കമലയൊക്കെ കൂടി വൈജയന്തിയെ കാറിൻ്റെ അവിടെ വരെ കൊണ്ടുവിടുകയാണ് കേട്ടോ. തിരിഞ്ഞു നിന്നിട്ട് വൈജ പറഞ്ഞു, ഇനി ഞാനൊരു ഇഞ്ച് പുറകോട്ടില്ല. കാര്യങ്ങൾ ഇത്രമായ സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും നോക്കാനില്ല. നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്നെ നോക്കാനേ എനിക്ക്. അയാളോട് നേരിട്ട് സംസാരിക്കുക. അതിന് തന്നെയാണ് പോകുന്നത്. ഞാൻ ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ടിരിക്കണമെന്നല്ല, ബാലചന്ദ്രൻ എൻ്റെ ഭർത്താവായിട്ടിരിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. കമല പറഞ്ഞ് എല്ലാം ആലോചിച്ചേ ചെയ്യാവുള്ളൂ. ശിവേട്ടാ പോട്ടെ, കമല എടുത്തി പോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് വൈജയന്തി വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. വൈജയന്തി വണ്ടി എടുത്തുകൊണ്ട് പോയതും മനു അങ്ങോട്ടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. വൈജയന്തിയെ നോക്കി ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി അതൊന്നും കേട്ടില്ല. വൈജയന്തി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നല്ലോ. അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് വണ്ടി എടുത്ത് സ്പീഡിൽ പോവാണ് കേട്ടോ. അതും കണ്ടുകൊണ്ടാണ് മനു ഇങ്ങനെ നിൽക്കുന്നത്. അച്ഛനും അമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുന്നതും മനു കാണുന്നുണ്ട്. മനു അതൊക്കെ വണ്ടി ഒതുക്കി അവർക്കരികിലേക്ക് വന്നു. മനുവിൻ്റെ പ്രതികരണം എന്താണെന്നറിയാനാണ് ഇനി അവർ കാത്തിരിക്കുന്നത്. മനു ഇറങ്ങുന്നതൊന്നും കാണിച്ചില്ല. വൈജയന്തിയാണ് കാണിക്കുന്നത്. നിന്നെ ഇത്രയും കാലം ബാലേന്ദ്രൻ പറ്റിക്കായിരുന്നു എന്ന് കമലയും ശിവനും കൂടി പറഞ്ഞ വാക്കുകളാണ് ബാലേന്ദ്രൻ ഈ വൈജയന്തിയുടെ മനസ്സ് നിറയെ. അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ചെവിയിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഇനി അവൾ ഭരിക്കും നിൻ്റെ മക്കളെ. വൈജയന്തി കരയുന്നുണ്ട് കേട്ടോ, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോഴേക്കും പതുക്കെ വണ്ടി ഒരിടത്ത് ഒതുക്കി ആ വണ്ടിയിലിരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ കണ്ണുകളൊക്കെ തുടച്ചു. പിന്നെ കാണിക്കുന്നത് ഒരു കോളിംഗ് ബെല്ലാണ്. സന്ധ്യയായി കഴിഞ്ഞിരുന്നു. ഒരു കോളിംഗ് ബെല്ല് കേൾക്കാണ്. ബബിതയാണ് വന്ന് കതക് തുറക്കുന്നത്. വൈജയന്തി ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അമ്മ എന്താ ഇത്ര ലേറ്റായത്? കൊല്ലപ്പള്ളിയിൽ നിന്ന് പോകുന്നിട്ട് എത്ര നേരമായി? അമ്മ എന്താ ഇവിടെ വരാൻ താമസിച്ചത്? അമ്മ എവിടെയായിരുന്നു? ഒന്നും മിണ്ടുന്നില്ല. ബാലേന്ദ്രനില്ലേ ഇവിടെ? അച്ഛൻ കുറച്ച് മുന്നേ പുറത്തോട്ട് പോയി. എവിടെ പോയി? അത് പറഞ്ഞില്ല. ഒറ്റയ്ക്കാണോ അതോ അവളും ഉണ്ടോ കൂടെ? ഒറ്റയ്ക്ക് അച്ഛൻ പോയത്. അവളെവിടെ? റൂബി കാണും. അമ്മ എന്താ വല്ലാതിരിക്കുന്നേ? എന്തായാലും വൈജയന്തി നേരെ അലീനയുടെ റൂമിലേക്ക് ചെന്നു. അലീന തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അലീന പെട്ടെന്ന് കട്ടിലേന്ന് ചാടി എഴുന്നേറ്റു. വൈജയന്തി അലീനയെ തന്നെ കട്ടക്കലപ്പിലിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അലീന പതുക്കെ തല കുനിച്ച് നിന്നോട്ടോ. വീണ്ടും നോക്കുന്നുണ്ടെന്ന് കണ്ടതും അലീന തല ഉയർത്തി. അലീനയ്ക്ക് അരികിലേക്ക് വന്നു. നീ എന്തിനാടി ഈ വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതൽ ഇത്രയും നാൾ ഇങ്ങനൊരു നാടകം കളിച്ചത്? നീ ഓർഫനേജ് വളർന്നു, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോഴേക്കും അലീന പറഞ്ഞു, അറിയില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിനക്കറിയാമായിരുന്നോ നിൻ്റെ തന്ത ആരാണെന്ന്? ഇല്ല. ഇന്നലെയാണോ അറിഞ്ഞത്? അച്ഛൻ അറിയാമായിരുന്നിരിക്കും, എന്നോട് പറഞ്ഞില്ല എന്ന് അലീന പറഞ്ഞു. നീ ഇവിടെ വരുന്നതിന് മുമ്പ് ബാലേന്ദ്രനെ കണ്ടിട്ടേയില്ല? ഒരു തവണ സ്നേഹനികേതനിൽ വന്നപ്പോൾ കണ്ടായിരുന്നു. അത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നപ്പോഴല്ലേ? അതിനു മുമ്പ് നീ കണ്ടിട്ടേയില്ല? ഇല്ല, കണ്ടിട്ടില്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ബാലേന്ദ്രൻ്റെ ഫോട്ടോ പോലും നീ കണ്ടിട്ടില്ല?
നീ ബാലേന്ദ്രൻ്റെ മോള് തന്നെയാണോ? ജനിച്ചു പോയി എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വാസ്തവത്തിൽ അതെൻ്റെ കുറ്റമല്ല, ജനിപ്പിച്ചവരുടെ കുറ്റം തന്നെയാണ്. ഞാൻ ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിലെ അപ്പനും അമ്മയും എൻ്റേതാണെന്ന് പറയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വെച്ചത് ഓർഫനേജിലാണ്. എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ആരാ അമ്മ ആരെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ? ആരെങ്കിലും പറഞ്ഞു തന്ന അറിവല്ലേ എനിക്കുള്ളൂ. അത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? നീ ഒന്നും കാണാതെ ഇത്രയോ നാളാ ഈ വീട്ടിൽ അള്ളിപ്പിടിച്ച് നിൽക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാടി. എനിക്ക് ഉറപ്പാ. നീ പല തവണ അർത്ഥം വെച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം വീടാണ്, സ്വന്തം കൂടപ്പിറപ്പാണ്, സ്വന്തം മോളെ പോലെയാണെന്നൊക്കെ. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എനിക്ക് പിടികിട്ടി നീ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. നിനക്കറിയായിരുന്നു, എന്നിട്ട് കല്ല് വെച്ച് നുണ പറയുന്നു. എൻ്റെ കൈവശം തെളിവൊന്നുമില്ല വിശ്വസിപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, നിൻ്റെ തന്തയ്ക്ക് ഇതാദ്യമേ പറയായിരുന്നു. വൈജയന്തി ഒഴിഞ്ഞു പോയേനേലോ. വല്ലോളുമാരുടെയും കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് ഓർത്തിട്ട് തന്നെ അറയ്ക്കുക. മേഡത്തിന് അത്ര അറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അതും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് അലീന ചോദിക്കുകയാണ്. നീ എന്തോന്നാടി സൂചിപ്പിച്ചിട്ടുള്ളത്? അവനവൻ്റെ മനസ്സിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി, കാണാം, അറിയാം. പിന്നെന്തിനാ ഞാൻ പറയുന്നത്? എടി, ഞാനും എൻ്റെ മക്കളും അനുഭവിക്കുന്ന സമ്പത്തും സൗകര്യവും നിനക്ക് കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എനിക്ക് വേണ്ട മേഡം, ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് വേണമെന്ന് അച്ഛൻ്റെ മകളാണെന്നും പറഞ്ഞ് വലിയ ഗമയ്ക്ക് ടി വിയും കണ്ട് ഫുഡും കഴിച്ച് സുഖമായിട്ടിരിക്കുക. എന്നോട് ഒരു ജോലിയും ചെയ്യേണ്ടെന്ന് തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഞാൻ ചെയ്യുന്നത് അവനവൻ്റെ അധ്വാനം കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. എന്തായാലും നിൻ്റെ തൊലിക്കട്ടിയും പിടിച്ചു നിൽക്കാനുള്ള സാമർഥ്യവും സമ്മതിച്ച് തന്നിരിക്കുന്നു. നീ ഇവിടെ അങ്ങോട്ട് വാഴ. എന്തായാലും എനിക്കിനിയേ ബാലചന്ദ്രനോടാണ് സംസാരിക്കാനുള്ളത്. ബാലചന്ദ്രനോട്. ഞാനും നീയും ഈ വീട്ടിൽ ഒത്തുപോകത്തില്ല, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് വൈജയന്തി അങ്ങ് പോയിട്ടോ. അലീനയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് നേരം വൈകിയാണ് രാത്രി ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത്. ബെല്ലടിച്ചു. കതക് തുറന്നു കൊടുത്തത് അലീനയാണ്. അലീനയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വൈജയന്തി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, സാരി പോലും മാറാതെ ബാലചന്ദ്രനെ. ബാലചന്ദ്രൻ വൈജയന്തിയെ നോക്കി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി കേട്ടോ. അലീന കുറച്ചു നേരം വൈജയന്തി ഇങ്ങനെ നോക്കി നിന്നു. വൈജയന്തി ഒന്നും മിണ്ടിയില്ല. അലീന നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറിപ്പോവാണ്, മുകളിലേക്ക് കയറിപ്പോവാണ്. ബാലേന്ദ്രൻ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടും അലീന ചെന്നു. എന്താ അച്ഛൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ജ്വല്ലറിയിലുണ്ടായിരുന്നു. ഞാൻ വിളിക്കാതെ ഇരുന്നത് ശല്യമായാലോ എന്ന് കരുതിയിട്ടാണ്. നീ പോയി ഉറങ്ങിക്കോ. അച്ഛന് കഴിക്കാനൊന്നും വേണ്ടേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, ഇനിയൊന്നും വേണ്ട. അച്ഛൻ എന്തേലും മനപ്രയാസം ഉണ്ടോ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുകയാണ്. അതാണല്ലോ മനസ്സിന് ഏറ്റവും വലിയ പ്രശ്നം. വൈജ എപ്പോഴാണ് വന്നത്? അച്ഛൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. നിന്നോട് വല്ലതും ചോദിച്ചോ? ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ സ്വന്തം മോളാണോന്ന്. ആണെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. എല്ലാവരും കൂടി ആ പാവത്തിനിട്ട് വട്ട് കളിപ്പിക്കുക എന്ന് അലീന പറഞ്ഞപ്പോൾ ഞെട്ടി നോക്കിയിട്ടോ. പാവോ? നിനക്ക് തോന്നും പാവോ എന്ന്. കാരണം എനിക്കറിയാം. അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. പരക്കം പാഞ്ഞ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സമാധാനം ഉണ്ടോ അതിന്? ഉറക്കമുണ്ടോ അതിന്? ആഹാരം കഴിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു? ചെയ്തു വെച്ച പാപം, എന്നോട് ചെയ്ത ചതി, അതൊക്കെയല്ലേ കഴിഞ്ഞ 22.5 വർഷമായിട്ട് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചന. അച്ഛാ, മതി അച്ഛാ, പ്ലീസ്. മതിയെന്നോ? ഒന്നും ആയിട്ടില്ല. അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ചങ്ക് പറിച്ചെടുത്ത് മുന്നിൽ വെച്ച് കൊടുത്തതാ. വേറൊരു പെണ്ണായിരുന്നെങ്കിലേ പൂവിട്ട് പൂജിച്ചേനെ എന്നോട് ഈ ചതി ചെയ്തതിന്. എന്ന കാലത്ത് എൻ്റെ പാദം തൊട്ട് തൊഴുത മനസ്സുകൊണ്ട് ക്ഷമ യാചിച്ചേനെ എന്നോടും ഈശ്വരനോടും. ഇവളെന്നാ ചെയ്ത്? ചവിട്ടി അരയ്ക്കായിരുന്നു എൻ്റെ ഹൃദയം. എന്നിട്ട് പാവം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല അല്ലേ? ഇല്ല അല്ലേ? അലീനയ്ക്കാണ് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങളായിട്ട് കാണിക്കുന്നത് ഒരാഴ്ചത്തെ കഥ അല്ലെങ്കിൽ ഒരു മാസത്തെ കഥ തന്നെയാണെന്ന് പറയാം. കാരണം വൈജയന്തിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, അലീനയെ ആക്രമിക്കാൻ ആരോ വരുന്നു, അലീന അവിടെ നിന്ന് പോകുന്നു. വൈജയന്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു. വൈജയന്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇതിനിടയ്ക്ക് പോകുന്നതിന് മുമ്പ് വൈജയന്തി ബാലേന്ദ്രൻ തമ്മിലുള്ള വാക്ക് തർക്കം.
കമല ചെന്നിട്ട് മനുവിനോട് പറയുന്നു വൈജയന്തിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇത്ര നാളും വൈജയന്തി അവളെ വൈജയന്തി അവിടെ പാർപ്പിച്ചതിന് അവൾക്കുള്ള ശിക്ഷ കിട്ടി എന്ന് പറയുന്നു. രാജീവനും ശിവനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരുന്നു. അതുപോലെ തന്നെ വൈജയന്തിയുടെ അമ്മ ചങ്കത്ത് കൈവച്ച് കരയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ പ്രൊമോയിൽ, നാളത്തെ എപ്പിസോഡിൻ്റെ ടുമോറോ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കിട്ടില്ല കഥയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സി ഓക്കെ, താങ്ക് യു.